ആദ്യ അപ്ഡേറ്റ് നമ്മുടെ SS രാജമൗലിന്റെ വരാൻ പോകുന്ന നമ്മുടെ വാരണാസി സിനിമേന്റെയാണ്. പടത്തിന്റെ 80% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു എപ്പിക് ടൈം ട്രാവൽ കോൺസെപ്റ്റിലാണ് സിനിമയുടെ കഥ വരാൻ പോകുന്നത്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദ് മെക്സിക്കോയിലൊക്കെയാണ് നടക്കുന്നത്. ഒരു എപ്പിക് ടൈം ട്രാവൽ തന്നെയാണ് 2000 BC 2027 എന്തായാലും സിനിമ അടുത്ത വർഷം April 7 വേൾഡ് വൈഡ് റിലീസ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ദ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. കാജൽ അഗർവാൾ ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മ്യൂസിക് മഗ്നേഷ് ദഗ്ഡെയാണ്. ഫാമിലി കട്ട എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. ഡയറക്ഷൻ ചെട്ടൻ DK ആണ്. പുതിയൊരു ഡെബ്യൂട്ടായ ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വരുന്ന ജൂലൈ മാസമാണ് സിനിമ തിയേറ്റർ റിലീസ്, ജൂലൈ 24. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജൂലൈ 24 നമ്മുടെ ദ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുടെ റിലീസിനായിട്ട് തിയേറ്ററുകളിൽ. എന്തായാലും പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ വരാൻ പോകുന്ന സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. എന്തായാലും പടത്തിന്റെ റിലീസ് ഈ വരുന്ന May 21 ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ അന്നാണ്. എന്തായാലും മ്യൂസിക് നമ്മുടെ അനിൽ ജോൺസൺ ആണ്. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ സിനിമയുടെ ടീസർ നാളെ April 29 വൈകുന്നേരം 5 മണിയോടെയാണ് പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും ടീസറിനായിട്ട് വൻ വെയിറ്റിംഗ് തന്നെയാണ്, കട്ട വെയിറ്റിംഗ് ആണ്. കാരണം Part 1 Part 2 നമ്മൾ മിസ് ഔട്ട് ചെയ്തു തിയേറ്ററുകളിൽ, അല്ലെങ്കിൽ Part 2 മിസ് ഔട്ട് ചെയ്തു. എന്തായാലും Part 3 എന്തായാലും വരികയാണ്. എന്തായാലും നമ്മുടെ പാട്രിയോട്ട് സിനിമേന്റെ കൂടെ ഒക്കെ ആയിട്ട് എന്തായാലും ദൃശ്യം സിനിമേന്റെ ടീസറും പുറത്തു വരുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ആം നോബഡി എന്ന സിനിമേന്റെയാണ്. നമ്മുടെ നിസാം ബഷീർ സംവിധാനത്തിൽ വരാൻ പോകുന്ന പൃഥ്വിരാജിന്റെ സിനിമയാണ് ആം നോബഡി എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ടീസർ സെൻസറിങ് നടന്നിരിക്കുകയാണ്. 1 minute 23 സെക്കൻഡ്. പാട്രിയോട്ട് സിനിമേന്റെ കൂടെ ആയിരിക്കും സിനിമ ടീസർ റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് റാവഡി എന്ന സിനിമേന്റെയാണ്. നമ്മുടെ ബേസിൽ ജോസഫും ഈ ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ ബേസിൽ ജോസഫിന്റെ. സിനിമയിൽ മ്യൂസിക് നമ്മുടെ ജെൻ മാർട്ടിൻ ആണ്. വിഘ്നേഷ് വടിവേലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പടത്തിലും പിന്നെ നമ്മുടെ ബേസിൽ ജോസഫിന്റെ കൂടെ തന്നെ അക്ഷയ് കുമാർ, ജാഫർ സദ്ദിഖ്, അതുപോലെ തന്നെ ഐശ്വര്യ ശർമ്മ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് റാവഡി എന്ന സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. എന്തായാലും നല്ലൊരു കിടു പോസ്റ്റർ തന്നെയാണ് നമ്മുടെ ബേസിലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മൾ ടക്കീട്ട സിനിമേന്റെ തന്നെയാണ്. പടത്തിന്റെ 172 ദിവസത്തെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ആസിഫ് അലിന്റെ വരാൻ പോകുന്ന ഒരു കുഞ്ഞ് KGF സിനിമ തന്നെയാണ് ടക്കീട്ട എന്ന് പറഞ്ഞ സിനിമ. ഡയറക്ഷൻ നമ്മുടെ രോഹിത് VS ആണ്, നമ്മുടെ കാള, ഇബ്ലീസ് എന്ന സിനിമകളുടെ ഡയറക്ടർ. മ്യൂസിക് നമ്മുടെ രവി ബസൂർ ആണ് KGF സലാർ സിനിമേന്റെ. ആസിഫ് അലി, ലൂക്ക്മാൻ, നെസ്ലിൻ, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് പ്രദീപ്, വക്മി ഗബി എന്നിവരൊക്കെയാണ് പടത്തിൽ മറ്റു കാസ്റ്റുകൾ. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ.